ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അർച്ചനവേൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ നോക്കാനാണ്. കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെയധികം ഉള്ളിൻ്റെ ഉള്ളിൽ ഇമോഷണലായിട്ട് ഇരിക്കുകയാണ്. കാരണം ഇവർക്ക് തോന്നുന്നത് ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ഇവർ അനുഭവിക്കുന്നത് ഇവരുടെ തന്നെ കുഴപ്പം കാരണമാണ്. ഇവർ തന്നെയാണ് ഇപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഇവർക്ക് അനുഭവിക്കേണ്ട അവസ്ഥ കൊണ്ടുവന്നത് എന്ന് തന്നെയാണ് ഇവർക്ക് തോന്നുന്നത്. ഇപ്പോൾ ഞാൻ കാരണമാണ് ഞാൻ ഇതെല്ലാം അനുഭവിക്കുന്നത് ഇപ്പോൾ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആലോചിച്ച് വിഷമിക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത് ഈ ഒരു സിറ്റുവേഷൻ ഏത് അർത്ഥത്തിലും ഇമ്പ്രൂവ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നാണ് ഇവർക്കിപ്പോൾ തോന്നുന്നത്. അതായത് എവിടെയാണോ ന്യായമുള്ളത് അവർക്ക് ന്യായം ലഭിക്കണം, എവിടെയാണോ തെറ്റുള്ളത് അവർക്ക് ക്ലാരിറ്റി കൊടുക്കണം. ഇതാണിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നത്. ഇവിടെ ഇവരുടെ തെറ്റ് കാരണമാണ് ഇവർക്കിപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അനുഭവിക്കേണ്ടി വന്നത് എങ്കിൽ ഇവിടെ ഇവർ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നു. അതിൻ്റെ ആ ഒരു പശ്ചാത്താപം ഇവർക്കിപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അത് ചില ആൾക്കാരുടെ പേഴ്സൺ ഇങ്ങനെയാണ്. അവരുടെ കൂടെ ഒരു പാർട്ണർ ഉണ്ടെങ്കിലും അവർ പറ്റത്തില്ല, വേറൊരാൾ പാർട്ണർ വേണം. അപ്പോൾ ഇതിനെ വച്ചിട്ട് അതിനെയും വളയ്ക്കാമെന്നുള്ള രീതിയിലാണ് ചില ആൾക്കാരുടെ പാർട്ണർ. അപ്പോൾ അത് ഇപ്പോൾ വരുത്തി വെച്ച വിനയാണ് ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് നിങ്ങളിരിക്കെ തന്നെ നിങ്ങളുടെ പേഴ്സൺ മറ്റൊരു വ്യക്തിയിൽ മോഹം വച്ചു. അപ്പോൾ അതിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ ഇവർ അനുഭവിക്കുന്നത്. ഇത് നിങ്ങൾ ഇവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, പക്ഷേ ഇവർ നിങ്ങളെ സ്നേഹിക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റൊരു വ്യക്തിയെയും കൂടെ ഇവർ സ്നേഹിച്ച് ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു, നിങ്ങളെ ഒരു സൈഡിൽ വച്ചിട്ട്. അപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇവർ ചെയ്ത് തെറ്റായി പോയി എന്ന്. അപ്പോൾ ഓൾറെഡി മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ തിരിച്ച് റിട്ടേൺ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളിരിക്കെ തന്നെ വീട്ടുകാർ പറയുന്ന ആളെ വിവാഹം ചെയ്ത് പോയി. ഇപ്പോൾ ഇവർക്ക് മനസ്സിലായി നിങ്ങളാണ് ഇവരുടെ ശരിയായ പാർട്ണർ എന്ന്. അങ്ങനെ ഒക്കെ ഉള്ള റിലേഷൻഷിപ്പിലാണെങ്കിൽ തിരികെ നിങ്ങളിലേക്ക് തന്നെ നിങ്ങളുടെ പേഴ്സൺ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇല്ല എങ്കിൽ നിങ്ങൾ ഇരിക്കെ തന്നെ നിങ്ങളെ മാരേജ് ചെയ്തിട്ട് തന്നെ ഇവർ വേറൊരു വ്യക്തിയിൽ ആകർഷിക്കപ്പെട്ട് ആ ഒരു വ്യക്തിയിലോട്ട് ബന്ധം വച്ചിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ പിണങ്ങിയാണ് ഇരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട്. നിങ്ങൾ അൺമാരീഡ് ആയിട്ടുള്ള ആളാണ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിരിക്കെ തന്നെ വേറൊരു വ്യക്തിയിൽ ആകർഷിക്കപ്പെട്ടു. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായി, നിങ്ങൾ അതുകൊണ്ട് ഇവരെ ബ്ലോക്ക് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഇവരുമായിട്ടുള്ള ബന്ധമെല്ലാം അവസാനിപ്പിച്ചിട്ട് വന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിലും നിങ്ങളുടെ പേഴ്സൺ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. കൂടുതലും എക്സ് പാർട്ട്ണർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടുള്ള ആ ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത്. കാരണം തേർഡ് പാർട്ടിയിൽ നിന്ന് ഇവർക്ക് ആ ഒരു സ്നേഹം റിസീവ് ആയിട്ടില്ല, ആ ഒരു ഡെഡിക്കേഷൻ റിസീവ് ആയിട്ടില്ല. അത് നിങ്ങളിൽ നിന്ന് മാത്രമാണ് അവർക്ക് ലഭിച്ചിരുന്നത്. തേർഡ് പാർട്ടി ഭയങ്കര കൺട്രോളിങ് ആണ്, മാനിപ്പുലേറ്റിംഗ് ആണ്. ഇവരെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിലും അൺമാരീഡ് ആയിട്ടുള്ള ആളാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇന്നത്തെ ദിവസം ഒട്ടും തന്നെ നല്ല ഒരു എനർജിയിലല്ല, ഇമോഷണലി തകർന്ന അവസ്ഥയിലാണ് ഉള്ളത്. കാരണം ഇവർക്ക് പശ്ചാത്താപമുണ്ട് ഇവർ ചെയ്ത തെറ്റിന്. ഇവിടെ കൂടുതലായിട്ടും ഓവർ തിങ്കിങ്ങിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്, ടെൻഷൻ്റെ ആ ഒരു വൈബ്രേഷനാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ ഒബ്സ്റ്റിക്കിൾസിനെയും മറികടന്ന് നിങ്ങളുടെ അടുത്ത് എത്തുവാൻ ഇവർ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തോന്നുന്നത് വളരെ മോശമായ സമയത്ത് ഞാൻ എൻ്റെ പേഴ്സിനെ വിട്ട് കളഞ്ഞു, തനിച്ചാക്കിയിട്ട് വന്നു. ഇപ്പോൾ ശരിയായ സമയമാണ് എൻ്റെ പേഴ്സിൻ്റെ കൂടെ നിൽക്കാനുള്ളത് എന്നാണ് ഇപ്പോൾ ഇവർക്ക് തോന്നുന്നത്. ഇവിടെ ചില ആൾക്കാരുടെ പേഴ്സൺ വന്നിട്ട് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് ഫാമിലിയുടെ കൂടെ നിന്നു, എനിക്ക് എൻ്റെ ഫാമിലിയാണ് വലുത് എന്നുള്ളതിൽ. പക്ഷേ ഇപ്പോൾ ഇവർക്ക് മനസ്സിലായി ഫാമിലി മാത്രമല്ല എൻ്റെ പേഴ്സണും എനിക്ക് വലുതാണ്, അവർക്കും എൻ്റെ ആവശ്യമുണ്ട് എന്ന് ഉള്ള രീതിയിൽ ഫാമിലിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജി ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് വേറൊരു വ്യക്തിയുടെ അടുത്ത് പോയി, അട്രാക്ഷൻ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ചോയ്സസ് ഇവരുടെ മുന്നിൽ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ആ ഒരു ചോയ്സസിലേക്ക് നിങ്ങളെ മാറ്റി വെച്ചിട്ട് ആ ഒരു ചോയ്സസിൽ നല്ല വ്യക്തി ആരാണോ അവരുടെ പിറകെ പോയി. പക്ഷേ ഇപ്പോൾ ഇവർ പശ്ചാത്തപിക്കുകയാണ് ഇവർ ചെയ്ത തെറ്റാലോചിച്ച്. അതായത് ആ ഒരു വ്യക്തിയുടെ റിയൽ ഫേസ് മുന്നിൽ വന്നപ്പോഴാണ് ഇവർക്ക് മനസ്സിലായത് ഇവർ ചെയ്ത തെറ്റായിപ്പോയി എന്ന്. ഇപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒട്ടും തന്നെ ഹാപ്പി അല്ല ഇവർ. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് നേരെ സ്നേഹം ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഇവർ കമ്പയർ ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ് നിങ്ങളെയും ആ ഒരു വ്യക്തിയെയും തമ്മിൽ. ഇപ്പോൾ ഇമോഷൻസ് നിങ്ങളുടെ കൂടെയാണ് ഉള്ളത്, കാരണം നിങ്ങളാണ് നല്ലത് എന്നിവർക്ക് മനസ്സിലായി.
കാരണം നിങ്ങൾ ഇവരെ അൺകണ്ടീഷണലായിട്ടാണ് സ്നേഹിച്ചുകൊണ്ടിരുന്നത്. അതായത് നിങ്ങളുടെ സ്നേഹത്തിന് ഇവർ ഒരു വിലയും തന്നില്ല. മറിച്ച് ഇവർ മറ്റുള്ളവരുടെ ആ ഒരു സ്നേഹത്തിൽ വീണുപോയി. ഇനി നിങ്ങൾ പാവപ്പെട്ടതാണ് എങ്കിൽ റിച്ച് ആയിട്ടുള്ള വ്യക്തിയായിരിക്കും ഇവർ അട്രാക്ഷൻ വെച്ച ആ ഒരു വ്യക്തി. അപ്പോൾ അവർ അബണ്ടൻ്റ് ആണ്, റിച്ച് ആണ്. അപ്പോൾ ആ സമൂഹത്തിൽ അവർക്ക് സ്റ്റാറ്റസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ ഇവർ നിങ്ങളെ വിട്ട് അവരുടെ അടുത്തേക്ക് പോയി. അതുകൊണ്ടാണ് ഇവർക്ക് തോന്നുന്നത് ഇവർ വലിയ ഒരു തെറ്റാണ് ചെയ്തത് എന്ന്. ഇവിടെ ഏത് വ്യക്തിയുമായിട്ടാണ് ഇവർ അറ്റാച്ച്മെൻറ്റ് വയ്ക്കുന്നത്, ആ വ്യക്തിയുമായിട്ട് മാരേജിൻ്റെ ആ ഒരു വൈബ്രേഷനാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഇവർ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ബിഹേവ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യും എന്നുള്ള, അതായത് എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ജീവിക്കും, ഇല്ല എങ്കിൽ ഞാൻ ജീവിക്കത്തില്ല. അങ്ങനെ ഒരു ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള തീരുമാനം. നിങ്ങളുടെ കൂടെ ജീവിക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെ പോകും. ഇനി നിങ്ങളുടെ കൂടെ ജീവിക്കാനല്ല നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ബന്ധം എൻഡാക്കും. ഇങ്ങനെ നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ ഈ ഒരു സിറ്റുവേഷൻ വന്നത് ഡെസ്റ്റൈൻ ആയിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നത്. ഇങ്ങനെ വന്നാൽ മാത്രമേ കാർമിക് സൈക്കിൾ റിലീസായി പോവുകയുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാരുടെ ലവ് ലൈഫിൽ ഒരു ചേഞ്ച് വരാൻ പോകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ എനർജി. ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കാം നമുക്ക്. നോക്കേണ്ട സിറ്റുവേഷനുള്ളവർക്ക് 3 hours തൊട്ട് 33 hours നോക്കേണ്ട സിറ്റുവേഷൻ കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ വരാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചില ആൾക്കാർക്കായിരിക്കും കോണ്ടാക്റ്റ് സിറ്റുവേഷനിൽ വരാൻ സാധിക്കുക. കാരണം എനർജി വളരെ നല്ലതായിട്ടല്ല ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളപ്പോൾ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിലും നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലും വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് വരാൻ പോകുന്ന സമയം എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ട്രാൻസ്ഫോർമേറ്റീവ് ആയിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വലിയൊരു ചേഞ്ച് ഉണ്ടാവാൻ പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പേഷ്യൻസ് ആയിട്ട് കാത്തിരിക്കാൻ പറഞ്ഞത്. മാക്സിമം 3 ദിവസം, മിനിമം 30 hours. ഇവിടെ 3 നമ്പറാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ എന്ത് മെസ്സേജാണ് നിങ്ങളുടെ പേഴ്സൺ തരുവാൻ ആഗ്രഹിക്കുന്നത് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് വളരെയധികം പാഷനേറ്റീവായിട്ടായിരിക്കും ഉള്ളത് ഇവർ. പിന്നെ പശ്ചാത്താപം ഉള്ളതായിട്ടുള്ള രീതിയിലുള്ള മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്കിവർ തരുന്നത്. അതായത് റിയലൈസേഷൻ ഉണ്ടാകും. നിങ്ങളെപ്പോലെ ഇനി വേറൊരു വ്യക്തിയെ ഇവർക്ക് ഒരിക്കലും കിട്ടത്തില്ല, നിങ്ങൾക്ക് പകരം നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ള ഒരു റിയലൈസേഷൻ ഇവർക്കുണ്ട്. അതുകൊണ്ടാണ് പശ്ചാത്താപമായിട്ടുള്ള രീതിയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇനി ഇവർ ആക്ഷൻ എടുക്കാനുള്ള ആ ഒരു എനർജിയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരിക്കുക. ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കുന്നതാണ്. അപ്പോൾ ലക്കി വണ്ണായിട്ടുള്ള ആൾക്കാർക്ക് 3 മണിക്കൂറിനുള്ളിൽ, അല്ലാത്തവർക്ക് 30 മണിക്കൂറിനുള്ളിൽ മെസ്സേജോ കോളോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. മാക്സിമം 3 days. ആർക്കൊക്കെയാണോ മെസ്സേജും കോൾസും റിസീവ് ആകുന്ന അവർ ഉറപ്പായിട്ടും കമൻറ്റ് സെക്ഷനിൽ പറയണേ. ഇനി കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം. കോണ്ടാക്ട് സിറ്റുവേഷനിലുള്ള ആൾക്കാരുടെ പേഴ്സൻ്റെ മൂഡ് വളരെ മോശമായിട്ടിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇവരുടെ എനർജി നോക്കുമ്പോൾ വളരെ ഇമോഷൻസായിട്ട് ഇരിക്കുന്നതായിട്ട്, ഇവർ ചെയ്ത തെറ്റ് ആലോചിച്ച് പശ്ചാത്തപിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് കാണാൻ സാധിച്ചത്. ഇവിടെ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി വളരെ ഹെവി ആയിട്ടാണ് ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ ഇവർ ഇങ്ങനെ സംസാരിക്കും, ഇപ്പോൾ എനിക്ക് സംസാരിക്കണം, കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. നിങ്ങൾ കോൾ ചെയ്യുമ്പോൾ പറയും എനിക്കിപ്പോൾ മൂഡില്ല, കുറച്ച് കഴിഞ്ഞ് സംസാരിക്കാം. ഇനി നിങ്ങൾ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് പോകണമെങ്കിൽ എനിക്കൊന്ന് സ്വസ്ഥത, എനിക്ക് തനിച്ചിരിക്കണം, എനിക്കിപ്പോൾ സംസാരിക്കേണ്ട നിന്നോട് എന്ന് പറയുന്നതായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവരെന്താ ഇങ്ങനെ റൂഡായിട്ട് ബിഹേവ് ചെയ്യുന്നത് എന്ന്. അപ്പോൾ ഇവർ എന്താണെന്ന് വെച്ചാൽ ഇവർ ഏതോ ഒരു സിറ്റുവേഷൻ കാരണം വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ആ വിഷമം നിങ്ങളോട് കാണിക്കാതെ നിങ്ങളെ ഇഗ്നോർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒരു പക്ഷേ നിങ്ങൾ ഇന്ന് ഇവരോട് എന്തെങ്കിലും രീതിയിൽ ആർഗ്യുമെൻ്റ് ചെയ്യുകയാണെങ്കിൽ ബ്രേക്കപ്പിൻ്റെ ആ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു തരത്തിലും ഇവരോട് ആർഗ്യുമെൻ്റ് ചെയ്യാൻ പോകരുത്. അപ്പോൾ കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാർ നിങ്ങളുടെ പേഴ്സന് സ്പേസ് കൊടുക്കുക കുറച്ചൊരു. ഇവിടെ കാർഡുകൾ പറയുന്നത് ഹാർട്ട് ചക്ര ബ്ലോക്കേജസ് ഉണ്ട് എന്നാണ്. ഇതൊരു ടെമ്പററി ആയിട്ടുള്ള എനർജിയാണ്. കുറച്ച് സമയം ഇവർ ഇവരുടെ സ്പേസിലിരിക്കട്ടെ, ഓവർ തിങ്കിങ് ചെയ്യട്ടെ. അത് കഴിയുമ്പോൾ ഇവരുടെ എനർജി നേരെയാകുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് 9 ആണ്. 9 hours തൊട്ട് 27 മണിക്കൂർ വരെ നിങ്ങൾ കുറച്ചൊന്ന് സ്പേസ് കൊടുക്കുക നിങ്ങളുടെ പേഴ്സണ്. ഈ ടൈം പീരീഡിൽ നിങ്ങൾ ഒരു തെറ്റും ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് പശ്ചാത്തപിക്കേണ്ട അവസ്ഥ വരുന്ന രീതിയിലുള്ള ഒരു തെറ്റും നിങ്ങൾ ചെയ്ത്, അതായത് ആവശ്യമില്ലാതെ അവരോട് ആർഗ്യുമെൻ്റ് ചെയ്യാൻ പോകരുത്. അപ്പോൾ ഇതാണ് റീഡിംഗ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.